ഹായ് എവരി വൺ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മട്ടൺ ലിവർ ഫ്രൈ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇത് സാധാരണ ചെയ്യുന്നതിൽ അല്പം വ്യത്യാസമുണ്ട്, പക്ഷേ ടേസ്റ്റ് വൈസ് വെരി യമ്മിയാണ്. പിന്നെ അത് കുക്കിങ്ങിനെടുക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. എല്ലാം കൂടെ മാക്സിമം ഒരു 30-35 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഞാൻ പറയുന്ന മെഷർമെൻറ്റിലാണെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മിനിമം ഒരു 6 മെമ്പേഴ്സിന് ഇത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. എനിവേ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു 1/2 kg മട്ടൻ്റെ കരളുണ്ട്. ഇത് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ആദ്യം കാണിക്കാം. ആദ്യം ഒരു 1-2 തവണ ഒരു മിനിമം 3 ടൈംസ് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകുക. അപ്പം ഞാൻ അത് ആദ്യം ഒന്ന് കഴുകിയിട്ട് വരട്ടെ. മട്ടന് ഒരു 2-3 ടൈംസ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗർ, ഒരു 1 ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ, 1-1.5 ടേബിൾ സ്പൂണ് വിനാഗർ ഒഴിച്ച ശേഷം അതിലേക്ക് നികർന്ന് കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ്സ് വരെ കഴിഞ്ഞിട്ട് വീണ്ടും 1-2 തവണ വാഷ് ചെയ്ത് എടുക്കുക. ഇത് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു അൺപ്ലസൻറ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഞാൻ ലിവർ അഗെയിന് ഒരു 2-3 ടൈംസ് കൂടെ വെള്ളത്തിനകത്ത് കഴുകി. അതിനുശേഷം ഞാനൊരു കുക്കറിലെടുത്തിട്ട് അത് ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല, പിന്നെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടാനുസരണമുള്ള ഷേപ്പിൽ അല്ലെങ്കിൽ സൈസിൽ നമുക്കത് കട്ട് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂണ് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഇട്ടിട്ട് ഒരു 1.25 കപ്പ് നോർമൽ വാട്ടർ, 1.25 വേണ്ട, അത് നെക്കൊക്കെ കിടക്കത്തക്കവണ്ണം വെള്ളം ഒഴിക്കുക. ഇനി കുക്കറെടുത്ത് കുക്കറിനകത്താക്കി ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽസ് മതി. അതിൽ കൂടുതൽ ആകേണ്ട. ഒത്തിരി ആയാൽ ഈ ലിവർ അങ്ങ് ഒരു റബ്ബറി ഫോം ആയി പോകും. പിന്നീട് നമുക്ക് അതിൻ്റെ ബാക്കി പ്രോസസ്സ് കിടക്കുന്നേ ഉള്ളല്ലോ. അതുകൊണ്ട് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽസ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് കൂൾ ചെയ്യാനായിട്ട് അനുവദിക്കുക. നമ്മളുടെ കരള് ഇത് നമുക്ക് എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം, സ്ലൈസ് ആക്കി എടുക്കാം. ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യല്ലേ, ഇത് നമുക്ക് കളയുക. നമുക്ക് ഇതിന് വേണ്ട മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു തവ വെക്കുക, ഒരു 4 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് അനിയന് ചേർക്കുന്നു. അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആകണം. ഈ ഉള്ളി വഴലുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പേസ്റ്റ് ഇതിന് വേണ്ടി വേണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂണ് വലിയ ജീരകം, പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഒരു 6 കാർഡമം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസും 6, ഒരു 1 ഇഞ്ച് നീളത്തിൽ സിനമന്,
ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി. അത് നമ്മൾക്ക് കാശ്മീരി അല്ലെങ്കിൽ എരിവ് വേണ്ടവർക്ക് നോർമൽ മുളക് പൊടി യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂണ് കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡർ, ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ. ഇത് അതോടൊപ്പം തന്നെ ഒരു കുറച്ച് കറി ലീവ്സ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കുക. ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ഗ്രീൻ ചില്ലി പച്ചമുളക് കട്ട് ചെയ്തതും അല്പം കറി ലീവ്സും പിന്നെ ഒരു 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ഇതിവിടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ കളറ് ചേഞ്ച് ആകണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആകണം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ അരച്ച് വെച്ചതായ പേസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ആ ഓയില് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് അത് ആ മസാല ഒന്ന് കുക്കാകുക മീൻസ് ആ ഓയിൽ സെപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടി ഞാൻ അതൊന്ന് എടുത്ത കണ്ടെയ്നറിനകത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് കുക്കാകട്ടെ ഈ മസാല. ഇപ്പോൾ അതിൻ്റെ ഓയിലെല്ലാം സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലിവർ കുക്ക് ചെയ്തപ്പം ഞാൻ സോൾട്ട് ചേർത്തായിരുന്നു. അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടി ഒരു 1/2 ടീസ്പൂണ് ഉപ്പൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. സോൾട്ട് അവരവരുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കുക. ഇനിയും അതിലേക്ക് ഞാൻ ആ കുക്ക് ചെയ്ത ലിവർ കട്ട് ചെയ്തു. അത് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് കോക്കനട്ട് മിൽക്ക്, ഇത് ഈ മിൽക്കിനകത്ത് കിടന്ന് ഇത് പറ്റിച്ചെടുക്കുക. അത് ചെറിയ അല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. ഇതേപോലെ ആ കോക്കനട്ട് മിൽക്ക്, അതായത് ഞാൻ 1 കപ്പ് മിൽക്കാണ് ഉപയോഗിച്ചത്, ഇതുപോലെ ഇങ്ങനെ ഇതിലെല്ലാം കോട്ട് ചെയ്ത് വരും. അത് നമ്മൾക്ക് ഇഷ്ടം പോലെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മോർ ഫ്രൈ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ സ്റ്റൗ ടോപ്പിൽ വെക്കുക. അതല്ല ഈ രീതിയിൽ മതിയെങ്കിൽ നമുക്ക് അത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. എനിവേ ഇനി ഇതിനകത്ത് കുറച്ച് കറി ലീഫ് തോന്നുന്നു, അതോടൊപ്പം തന്നെ ഫ്രഷ് ചെയ്തതായ പെപ്പർ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുന്നു. അതും എരിവും പെപ്പറിൻ്റെ ടേസ്റ്റും ആ ഫ്ലേവറും ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് ചൂടോടെ എന്തിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. റൈസ് എങ്കിൽ റൈസ്, അതല്ല ഇന്ത്യൻ റൊട്ടിൻ്റെ കൂടെ പൊക്കോളും. ഇത് നിങ്ങളും ഇതെല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.